ഹരേ കൃഷ്ണ. ശത്രുഘ്നൻ ലവകുശന്മാരുമായി ഏറ്റുമുട്ടുന്നു. കുണ്ടല നഗരത്തെ പ്രാപിച്ച യാഗാശ്വത്തെ അവിടുത്തെ രാജാവായ സുരഥൻ പിടിച്ചു കെട്ടി. അതറിഞ്ഞു വായുനന്ദരൻ സുരഥനുമായി യുദ്ധം ചെയ്തു. പരാജിതനായ സുരഥനെ ആഞ്ജനേയൻ ബന്ധനസ്ഥനാക്കി. സുരഥൻ യഥാർത്ഥ ശ്രീരാമഭക്തനാണെന്നറിഞ്ഞ ഹനുമാൻ രാജാവിനെ മോചിപ്പിക്കുകയും തൻ്റെ അപരാധത്തിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. എന്നാൽ സുരഥൻ ഹനുമാന് വിലപിടിപ്പുള്ള പല പാരിതോഷികങ്ങളും നൽകി അനുഗ്രഹിക്കുകയും കുതിരയെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. പിന്നെ യാഗാശ്വം നേരെ പോയത് വാൽമീകിയുടെ ആശ്രമത്തിലേക്കായിരുന്നു. അശ്വത്തെ അനുഗമിച്ച മാരുതി ശത്രുഘ്നനും മറ്റു സൈന്യങ്ങളും യാഗാശ്വത്തിൻ്റെ അപ്രതീക്ഷിതമായ തിരോധാനത്തിൽ പരിഭ്രമിച്ചു. അവർ യാഗാശ്വത്തെ അന്വേഷിച്ച് പലയിടത്ത് സഞ്ചരിച്ചു. ഒടുവിൽ ഒരു വൃക്ഷത്തിൽ കെട്ടിയിരിക്കുന്ന അശ്വത്തെയും അതിന് സമീപത്തായി നിൽക്കുന്ന അതിതേജസ്വിയായ ഒരു മുനികുമാരനെയും അവർ കണ്ടെത്തി. കുതിരയുടെ കടിഞ്ഞാണിൽ പിടിച്ചുകൊണ്ട് ധൈര്യസമേതം നിൽക്കുന്ന മുനികുമാരൻ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. സോമവാര വ്രതമനുഷ്ഠിക്കുന്ന മാതാവിനു വേണ്ടി പൂജാപുഷ്പങ്ങൾ പറിക്കാനിറങ്ങിയ ലവൻ പെട്ടെന്ന് ആ കൃത്യം നിർവഹിച്ച ശേഷം താൻ പിടിച്ചു കെട്ടിയ കുതിരയുടെ അടുത്ത് പാഞ്ഞെത്തി. അകലെ നിന്ന് തന്നെ തങ്ങളുടെ യാഗാശ്വത്തെ പിടിച്ചു കെട്ടിയിരിക്കുന്ന മുനികുമാരന്മാരെ കാണാനിടയായ ശത്രുഘ്നൻ കുപിതനായി പറഞ്ഞു, കുമാര, ഈ അശ്വം അയോധ്യയിലെ രാജാവ് രാമൻ്റേതാണ്. ദേവേന്ദ്രന് പോലും അദ്ദേഹത്തിൻ്റെ കുതിരയെ ബന്ധിക്കാനുള്ള ധൈര്യമില്ല. അതിനാൽ അതിനെ വിട്ടേച്ചു പോരുക. അത് കേട്ട് ലവന് ചിരി വന്നു. ഞാനൊരു ക്ഷത്രിയനാണ്. ക്ഷത്രിയരുടെ ബലത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അത് കേട്ട് മുനികുമാരന്മാർ നിശബ്ദരായിപ്പോയി. കുതിരയെ ബന്ധിച്ചിരിക്കുന്നതായി കണ്ട ശത്രുഘ്നൻ ലവനോട് ചോദിച്ചു, ആരാണ് രഘുരാമൻ്റെ അശ്വത്തെ ബന്ധിച്ചത്? അതിനാർക്കാണ് ധൈര്യം വന്നത്? ലവൻ പറഞ്ഞു, കുതിരയെ പിടിച്ചു കെട്ടിയത് ഞാനാണ്. കരുത്തുണ്ടെങ്കിൽ യുദ്ധത്തിൽ തോൽപ്പിച്ച് അശ്വത്തെ മോചിപ്പിച്ചു കൊള്ളുക. ആ ബാലൻ്റെ ധീരമായ വാക്കുകൾ കേട്ട് ശത്രുഘ്നൻ അതിശയിച്ചു. ആ കുമാരനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാവുന്നത്ര ശത്രുഘ്നൻ ശ്രമിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ ശത്രുഘ്നന് ലവനുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. യുദ്ധം മൂർച്ഛിച്ചു. കോപം പൂണ്ട ലവൻ ഒന്നിനൊന്ന് അമ്പുകൾ അയച്ചു. ശത്രുഘ്നനെ നിലം പതിപ്പിച്ചു. തുടർന്ന് ലവൻ, സുരഥൻ, വിമലൻ, വീരമണി, മുമതൻ,